എല്ലാവർക്കും നമസ്കാരം. താലിസ്മാൻ IAS അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന ടോപ്പിക്കാണ്. UPSCയുടെ സ്ഥിരം ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റിൽപ്പെട്ട ഒരു ടോപ്പിക്കാണ് GM ക്രോപ്സ് അല്ലെങ്കിൽ ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ്. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ GM ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് ഇങ്ങനെ ഒരു മോഡിഫിക്കേഷൻ നടത്തുന്നത്, ഇനി ഇതിന്റെ റെഗുലേഷൻസ് ആരാണ് നടത്തുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്താണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് എന്ന് നോക്കാം. Genetically modified organisms are the organisms in which genetical material has been altered using genetic engineering techniques in a way that does not occur in natural recombination. അതായത് നാച്ചുറലി നടക്കാത്ത ഒരു മെത്തേഡിൽ കൂടെ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മെറ്റീരിയലിന്റെ ജീനിനെ മോഡിഫിക്കേഷൻ വരുത്തി പുതിയൊരു അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഇനി ഇത് ഏതൊക്കെ തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും നോക്കാം. ഇത് നമുക്ക് ചെയ്യാവുന്നത് ഒന്നുകിൽ ഒരു മ്യൂട്ടേഷൻ നടത്തുക, അതായത് ഉള്ള ജീനിന് ഒരു ചേഞ്ച് വരുത്തുക, അല്ലെങ്കിൽ പുതിയൊരു ജീനിനെ ആഡ് ചെയ്യുക, ഇൻസേർഷൻ, ഓർ ഡിലീഷൻ ഓഫ് എ ജീൻ, അതിലുള്ള ഏതെങ്കിലും ഒരു ജീനിനെ ഡിലീറ്റ് ചെയ്യാം. ഇങ്ങനെ 3 മെത്തേഡിൽ നമുക്കിത് മോഡിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി ഈ 3 മെത്തേഡ് നമ്മൾ 3 ടൈപ്പ് പറഞ്ഞു. ഇത് കൂടാതെ ഈ എടുക്കുന്ന ജീൻസ് ഏത് സ്പീഷീസിൽ നിന്നാണ് എന്നതിനനുസരിച്ച് നമുക്ക് അഗൈൻ 3 തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ സാധിക്കും. അതാണ് ട്രാൻസ്ജെനിക്, ദെൻ സിസ്ജെനിക് ആൻഡ് സബ്ജെനറിക്. ട്രാൻസ്ജെനിക് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സ് ഹാവ് ജീൻസ് ഇൻസേർട്ടഡ് ഇൻ ടു ദം ദാറ്റ് ആർ ഡിറൈവ്ഡ് ഫ്രം അതർ സ്പീഷീസ്. അതായത് വേറൊരു സ്പീഷീസിൽ നിന്നുള്ള ജീൻ കൊണ്ടുവന്നിട്ട് ഒരു ജീവിയുടെ ജീനിലേക്ക് ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ട്രാൻസ്ജെനിക് എന്ന് പറയുന്നു. ദെൻ സിസ്ജെനിക് എന്ന് പറഞ്ഞാൽ plants are made using genes of same species or closely related species. അതായത് സെയിം സ്പീഷീസിൽ തന്നെ അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസിന്റെ ഒരു ജീനിനെ കൊണ്ടുവന്നിട്ട് ഇതിൽ കൊണ്ടുവന്ന് ആഡ് ചെയ്യുന്നതാണ് സിസ്ജെനിക്. അടുത്താണ് സബ്ജെനറിക്. ഓൾട്ടർ ദ ജെനറ്റിക് മേക്കപ്പ് ഓഫ് എ പ്ലാന്റ് വിത്തൗട്ട് ഇൻകോർപ്പറേറ്റിംഗ് ജീൻസ് ഫ്രം അതർ പ്ലാന്റ്സ്. അതായത് വേറെ പുതിയൊരു ജീനിനെ ഇൻകോർപ്പറേഷൻ ഒന്നുമില്ല, ഉള്ള ജീനിനെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് വരുന്നതാണ് ഓൾട്ടർ ദ ജെനറ്റിക് മേക്കപ്പ്. അതായത് വിത്തൗട്ട് ആഡിങ്, അതായത് പുതുതായിട്ടൊന്നും കൊണ്ടുവന്ന് ആഡ് ചെയ്യാതെ തന്നെ ഓൾട്ടർ ചെയ്യുന്നതാണ് സബ്ജെനറിക്. 3 തരത്തിലുണ്ടെന്ന് പറഞ്ഞു: ട്രാൻസ്ജെനിക്, സിസ്ജെനിക് ആൻഡ് സബ്ജെനറിക്. ഇത് 3 തരം. ദെൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ മ്യൂട്ടേഷൻ, ഇൻസേർഷൻ, ഡിലീഷൻ. ഇങ്ങനെയൊക്കെ നമുക്ക് ജീൻസിന്റെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി ജെനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് നോക്കാം. These are the plants used in agriculture whose DNA has been modified to induce a desired new character. അതായത് ഒരു ക്രോപ്പിന്റെ DNA നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് പുതിയൊരു ക്യാരക്ടർ ഉള്ള പുതിയൊരു ജീൻ അതിനുള്ളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിനെയാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ക്രോപ്സ് എന്ന് വിളിക്കുന്നത്. പുതിയ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പെസ്റ്റ് റെസിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡിസീസ് റെസിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ചില എൻവിറോൺമെന്റൽ കണ്ടീഷൻസിനോടുള്ള റെസിസ്റ്റൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ റിഡക്ഷൻ ഓഫ് സ്പോയിലേജ് ആയിരിക്കാം. ഇനി ചില കേസിൽ അതിന്റെ ന്യൂട്രിയൻ വാല്യൂ എൻറിച്ച് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. ദ ഏലിയൻ ജീൻ ആഡഡ് ടു ദ ക്രോപ്പ് കുഡ് ബി ഫ്രം എ പ്ലാന്റ്, എനിമൽ, അല്ലെങ്കിൽ ഒരു സോയിൽ ബാക്ടീരിയം, അല്ലെങ്കിൽ ഒരു വൈറസ്. ഇങ്ങനെ ഏതിൽ നിന്നുള്ള ജീൻ മെറ്റീരിയൽ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ DNA ആഡ് ചെയ്യാൻ സാധിക്കും. ഇതാണ് GM ക്രോപ്പ്. ഇനി എന്തിനാണ് ഈ GM ക്രോപ്പ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? നമുക്കറിയാം, ഇപ്പോൾ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡിന്റെ ഒരു ഷോർട്ടേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടണം, കൂടുതൽ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിന് നമ്മൾ എഞ്ചിനീയറിംഗ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്ഷൻ കൂട്ടാനുള്ള മെത്തേഡ്സിൽ ഒന്നായിട്ടാണ് GM ക്രോപ്പ് എന്നുള്ളത് അവതരിപ്പിച്ചേക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറയുന്നത് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ടു ഫൈറ്റ് അഗൈൻസ്റ്റ് ഹങ്കർ ആൻഡ് മാൽന്യൂട്രീഷൻ. ദെൻ ഇംപ്രൂവിംഗ് ദ ന്യൂട്രിയൻ പ്രൊഫൈൽ ഓഫ് എ ക്രോപ്പ്. അതായത് ന്യൂട്രിയന്റ് മാൽന്യൂട്രീഷൻ എന്നുള്ളത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ തന്നെ പുതിയ ന്യൂട്രിയൻസ് എല്ലാം ആഡ് ചെയ്തുകൊണ്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി. അടുത്താണ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഫിക്സേഷൻ ബൈ സെറിയൽ ക്രോപ്സ്. ദെൻ ഇൻഡ്യൂസിങ് ടോളറൻസ് ടു ഹൈ സാൾട്ട് സോയിൽ, ഫ്ലഡ്, ഡ്രോട്ട് കണ്ടീഷൻസിനെല്ലാം ടോളറേറ്റ് ചെയ്യാൻ തക്കതായിട്ടുള്ള ക്രോപ്സിനെ ഡെവലപ്പ് ചെയ്യാം. ദെൻ പ്രൊലോങ്ങിങ് ദ ഷെൽഫ് ലൈഫ് ആൻഡ് കൊമേഴ്ഷ്യൽ വാല്യൂ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സിന്റെയും വെജിറ്റബിൾസിന്റെയും ഒക്കെ ആ ഒരു ഷെൽഫ് ലൈഫ് കൂട്ടുക. Then improved resistance to disease, pest and herbicide. Then lowering the environmental footprint like reduction of usage of groundwater and assuring long-term sustainability of agricultural operation. അതായത് വാട്ടർ യൂസേജ് എല്ലാം കുറയ്ക്കുന്ന തരത്തിൽ, അതായത് ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള പ്ലാന്റ്സിനെയൊക്കെ കൾട്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൻവിറോൺമെന്റൽ ഫുട് പ്രിന്റ് കുറയ്ക്കാൻ സാധിക്കും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് GM ക്രോപ്പ് നമുക്ക് ആവശ്യമായി വരുന്നത്.
ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഹയർ ക്രോപ്പ് yield ആൻഡ് റെഡ്യൂസ്ഡ് maturation time. Then reduced farm cost and increased farm profit. അതായത് ഫാം കോസ്റ്റ് കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും പെസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ടുള്ള ക്രോപ്പ് ആണെങ്കിൽ ആ ഒരു പെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹെർബിസൈഡ് നമുക്ക് പെസ്റ്റിസൈഡും ഹെർബിസൈഡും ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ദെൻ സേഫർ എൻവിറോൺമെന്റ്. ഈ പെസ്റ്റിസൈഡ്സിന്റെയും ഹെർബിസൈഡ്സിന്റെ ഒക്കെ ഉപയോഗം കുറച്ച എൻവിറോൺമെന്റ് കുറച്ചും കൂടെ സേഫ് ആയിരിക്കും. ദെൻ മോർ ടേസ്റ്റി ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. അതായത് നമുക്ക് കുറച്ചും കൂടെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ സാധിക്കും. ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് ഗ്രോയിങ് ടെക്നിക്സ്. ഇനി നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ക്രോപ്സും സെക്കൻഡ് ജനറേഷൻ ക്രോപ്സ് എന്ന് പറയുന്നുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ക്രോപ്സ് അതായത് GM ക്രോപ്പിൽ തന്നെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ദേ ഇൻസെക്ട്, അതായത് ഈ ക്രോപ്പിൽ വരുത്തിയ മാറ്റം കൊണ്ട് ദേ ക്രിയേറ്റ് സം റെസിസ്റ്റൻസ് ആൻഡ് ഹെർബിസൈഡ് ടോളറൻസ് ഹാവ് പ്രൂവൺ ദെയർ എബിലിറ്റി ടു ലോവർ ഫാം ലെവൽ പ്രൊഡക്ഷൻ കോസ്റ്റ്. അതായത് ആദ്യത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെസ്റ്റ് റെസിസ്റ്റന്റ് അല്ലെങ്കിൽ ഹെർബിസൈഡ് റെസിസ്റ്റൻസ് അങ്ങനെയൊക്കെയുള്ള ഹെർബ്സ് റെസിസ്റ്റൻസ് ഇങ്ങനെയൊക്കെയുള്ള ഫീച്ചേഴ്സ് ആയിരുന്നു ആദ്യത്തെ ജനറേഷൻ ക്രോപ്സിൽ ഇൻഡ്യൂസ് ചെയ്തിരുന്നത്. അപ്പൊ അത് കാരണം ഫാം ലെവൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിച്ചു. സെക്കൻഡ് ജനറേഷൻ ആയപ്പോൾ എന്തായി, ഇതിന്റെ ന്യൂട്രീഷൻ ലെവൽ, അതായത് ന്യൂട്രിയൻ ലെവൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിച്ചു. അല്ലെങ്കിൽ ആവശ്യമുള്ള ഏത് ന്യൂട്രിയൻ്റ് ആണോ അതിൽ നമുക്ക് കൾട്ടിവേറ്റ് ചെയ്യേണ്ടത് അതിനെ നമുക്ക് പുതുതായിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പൊ നമുക്ക് എന്തായി, കുറച്ചും കൂടെ നമ്മുടെ കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് ആയി. ആദ്യത്തേതിൽ നമുക്ക് വെറുതെ കോസ്റ്റ് റിഡക്ഷൻ ഓഫ് ദ ഫാർമർ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ആയപ്പോൾ നമുക്ക് കൺസ്യൂമേഴ്സിനും അത് ബെനിഫിറ്റ് ആയി. അടുത്താണ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് GM ക്രോപ്സ്. ഇതിന് അഡ്വാൻറ്റേജ് പോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഒരുപാടുണ്ട്. ഇത് ചിലത് അലർജിക് ആയിരിക്കും. അതായത് ആളുകൾക്ക് പലർക്കും ഓരോ അലർജിക്ക് ഉണ്ടാവാനുള്ള കാരണമാവും. ചിലത് റെസിസ്റ്റന്റ് ടു ആന്റിബയോട്ടിക്സ് ആയിരിക്കും. ചിലത് ആന്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഇൻ ഫുഡ് ഉണ്ടാക്കും. ദെൻ GM ക്രോപ്സ് ക്യാൻ കോസ് ലോങ് ടേം കോൺസിക്വൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. അതായത് ചിലപ്പോൾ ക്യാൻസർ ഒക്കെ ഉണ്ടാവാൻ കാരണമാവും. ദെൻ GM crops are self-replicating organism and cause genetic contamination of the environment which cannot be reserved. Then seed stock will also be contaminated in the molecular level. അതായത് സീഡ് സ്റ്റോക്ക് എടുത്തു വെച്ചിട്ടുള്ളതെല്ലാം കണ്ടാമിനേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് മേക്ക് ദ ഫാമേഴ്സ് സസെപ്റ്റബിൾ ടു ദ പ്രാക്ടീസ് ഓഫ് MNCs ആൻഡ് ക്യാൻ റേസ് ദ കോസ്റ്റ് ഓഫ് കൾട്ടിവേഷൻ ആൻഡ് പുട്ട് ദം ഇൻ ഡെപ്റ്റ് ട്രാപ്പ്. അതായത് വൺസ് ഈ ഒരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് സീഡ് എല്ലാം പിന്നീട് ഇത് മോഡിഫൈ ചെയ്യുന്ന കമ്പനീസിന്റെ കയ്യിൽ നിന്ന് നമുക്ക് മേടിക്കേണ്ടി വരും. അപ്പൊ ഫാമേഴ്സിന് ഭാവിയിൽ അത് ഒരു ഡിപ്പെൻഡൻസി വിത്ത് MNC ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ അവർ ഡെപ്റ്റ് ട്രാപ്പിലാവാനുള്ള ഒരു വഴി ഇത് കാരണമാക്കുന്നുണ്ട്. Then regulation is not effective and conflict of interest is present as field trials and safety data generated by the company have commercial interest. അതായത് ഇവിടെ ഫീൽഡ് ട്രയൽസും ആ ഒരു സേഫ്റ്റി ഡാറ്റ ഒക്കെ ജനറേറ്റ് ചെയ്യുന്ന കമ്പനി തന്നെ ആയതുകൊണ്ട് അവിടെ ഒരു കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്താണ് മേജർ GM ക്രോപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യയിൽ കൊമേഴ്ഷ്യലി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരേ ഒരു BT കോട്ടൺ മാത്രമാണ് നമുക്ക് ഉപയോഗിക്കുന്ന GM ക്രോപ്പ് ആയിട്ടുള്ളൂ. BT cotton is the only commercially cultivating crop in India. Then അത് BT cotton എന്ന് പറഞ്ഞാൽ എന്താ, സാധാ കോട്ടണിൽ ഒരു സോയിൽ ബാക്ടീരിയ ആയിട്ടുള്ള ബാസില്ലസ് തിരിഞ്ചെറ്റിസിന്റെ രണ്ട് ജീൻസ്, അതായത് ക്രൈ 1AB ആൻഡ് ക്രൈ 2B എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ജീൻസിനെ, ഏലിയൻ ജീൻസിനെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു കോട്ടന്റെ ജീനിലേക്ക് ആഡ് ചെയ്തേക്കാണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ഗുണം, ഡെവലപ്പ് എ ദാറ്റ് cause the cotton to develop a protein toxic to the common pest pink bollworm. പിങ്ക് ബോൾവേമിന് റെസിസ്റ്റൻസ് ഓട്ടോമാറ്റിക് ഈ കോട്ടന്റെ ഉള്ളിൽ തന്നെ ഡെവലപ്പ് ആവും. അപ്പോൾ വേറൊരു പെസ്റ്റിസൈഡ് നമ്മൾ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഫാമറിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അടുത്താണ് BT ബ്രിഞ്ചാൾ. ഇത് ക്രിയേറ്റഡ് ബൈ ഇൻസേർട്ടിങ് എ ക്രിസ്റ്റൽ പ്രോട്ടീൻ ജീൻ ഫ്രം ദ സോയിൽ ബാക്ടീരിയം ബാസിലസ് തിരിഞ്ചൈറ്റിസ്. അതായത് BT എന്ന് വെച്ചാൽ ബാസിലസ് തിരിഞ്ചൈറ്റിസിന്റെ ഷോർട്ട് ഫോം ആണ് BT. അപ്പൊ അതിൽ നിന്നുള്ളൊരു ജീൻ എടുത്തിട്ടാണ് ബ്രിഞ്ചാളിൽ കൊടുത്തേക്കുന്നത്. ഇത് ഡെവലപ്പ് ചെയ്തിരുന്നത് മഹിക്കോ, അതായത് മഹാരാഷ്ട്ര ഹൈബ്രിഡ് സീഡ് കമ്പനി ഇൻ കൊളാബറേഷൻ വിത്ത് ധാർവാഡ് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി ആൻഡ് തമിഴ്നാട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. ഇവർ 3 യൂണിവേഴ്സിറ്റീസ് ചേർന്നിട്ടാണ് BT ബ്രിഞ്ചാൾ ഉണ്ടാക്കിയേക്കുന്നത്. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി ക്ലിയർഡ് ദ ബ്രിഞ്ചാൾ ഫോർ കൊമേഴ്ഷ്യലൈസേഷൻ ഇൻ 2009. പക്ഷേ ബട്ട് ലേറ്റർ ഗവൺമെന്റ് വിത്ത്ഹെൽഡ് ദാറ്റ് ഓർഡർ. Following concerns raised by some scientists and anti-GMO activists, Government of India imposed a moratorium on its commercial use. പെർമനന്റ് ബാൻ അല്ല, ഒരു മൊറട്ടോറിയം അവർക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള ഓർഡർ കുറച്ചു കാലത്തേക്ക് വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇവിടെ നമ്മളൊരു ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസിംഗ് കമ്മിറ്റി എന്നുള്ള ഒരു കമ്മിറ്റിയെ പറ്റി പറഞ്ഞു. അത് നമുക്ക്
നെക്സ്റ്റ് സ്ലൈഡ്സിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അടുത്താണ് HTBT cotton. HTBT on the other cotton is deprived with the insertion of an additional gene, that is CP4 EPSPS. HTBT കോട്ടൺ എന്ന് പറഞ്ഞാൽ കോട്ടൻ്റെ ഉള്ളിൽ വേറൊരു ജീനും കൂടെ, അതായത് CP4 EPSPS എന്നുള്ള ഒരു ജീനും കൂടെ സോയിൽ ബാക്ടീരിയത്തിൽ നിന്ന് എടുത്ത് ആഡ് ചെയ്തേക്കാണ്. which allows the plant to resist the common herbicide glyphosate എന്നുള്ളൊരു കോമൺ ഹെർബിസൈഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അതാണ് HTBT കോട്ടൺ. BT കോട്ടൺ, ഇത് HTBT. ഇവിടെ CP4 EPSPS എന്നുള്ള സോയിൽ ബാക് എന്നുള്ള ജീനാണ് സോയിൽ ബാക്ടീരിയയിൽ നിന്ന് എടുത്ത് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ടുണ്ടാവുന്നത് ഹെർബിസൈഡ് ഗ്ലൈഫോസൈറ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഇതിൽ ഇൻഡ്യൂസ് ആവും. അടുത്താണ് ഗോൾഡൻ റൈസ്. ഗോൾഡൻ റൈസ് ഈസ് എ വെറൈറ്റി ഓഫ് റൈസ് ദാറ്റ് ഈസ് produced to biosynthesize beta carotene, a precursor of vitamin A, in edible parts of rice. അതായത് ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ട് വിറ്റാമിൻ എയുടെ കണ്ടന്റ്, അതിന്റെ പ്രീകഴ്സർ ആയിട്ടുള്ള ബീറ്റ കരോട്ടിനെ എന്നുള്ള സാധനം റൈസിന്റെ എഡിബിൾ പാർട്ടിൽ ഇൻഡ്യൂസ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മോസ്റ്റ്ലി കൺസ്യൂംഡ് ഇൻ ഏരിയാസ് വേർ ഷോർട്ടേജ് ഓഫ് ഡയറ്ററി വിറ്റാമിൻ എയുടെ കുറവുള്ള സ്ഥലത്താണ് ഇത് മെയിനായിട്ട് കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ ഇതിനെപ്പറ്റി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ 2021 ജൂണിൽ ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള റൈസിൽ GM റൈസ്, ഏകദേശം 500 ടൺ GM റൈസ് ഉള്ള ഒരു കൺസൈൻമെന്റ് യൂറോപ്യൻ യൂണിയൻ അവിടെ തടഞ്ഞിരുന്നു. അതായത് ഇന്ത്യയിൽ GM റൈസ് ഗ്രോ ചെയ്യാനുള്ള ഒരു പെർമിഷൻ ഇല്ല, എന്നിട്ടും ഇവിടെ നിന്നുള്ള സെൻഡ് ചെയ്തിട്ടുള്ളത് GM റൈസ് ആയിപ്പോയി. അപ്പൊ നമ്മുടെ ഒരു റെപ്യൂട്ടേഷനെ അത് ബാധിച്ചിരുന്നു. അടുത്താണ് GM മസ്റ്റാർഡ് DMH11. DMH11 അതായത് ദാര മസ്റ്റാർഡ് ഹൈബ്രിഡ് 11 is a genetically modified variety of mustard developed by Center for Genetic Manipulation of Crop Plants at Delhi University. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു സെന്റർ ഫോർ ജനറ്റിക് മാനിപ്പുലേഷൻ ഓഫ് ക്രോപ്പ് പ്ലാന്റ്സ്, അവരാണ് DMH11 ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് വാസ് എ ഗവൺമെന്റ് സ്പോൺസേർഡ് പ്രോജക്ട്. ഇറ്റ്സ് എ ഹെർബിസൈഡ് ടോളറന്റ് ക്രോപ്പ്, അതായത് ഹെർബിസൈഡ് ടോളറന്റ് ആയിട്ടുള്ള ക്രോപ്പാണിത്. Researchers at Delhi University have created hybridized mustard DMH11 using Barnase or Barstar technology for genetic modification. In 2016, Genetic Engineering Appraisal Committee has allowed the commercial production of mustard DMH11, but later government withheld this decision. ഇനി ലീഗൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ എന്താണെന്ന് നോക്കാം. ഈ GM ക്രോപ്സിനുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി had been set up in India under the Ministry of Environment, Forest and Climate Change. അതായത് ഇതിനെല്ലാം അൾട്ടിമേറ്റ് അതോറിറ്റി എന്ന് പറയുന്നത്, ഇതിനുള്ള പെർമിഷൻ എല്ലാം കൊടുക്കുന്ന അൾട്ടിമേറ്റ് അതോറിറ്റി ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റിയാണ്. അത് വർക്ക് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കീഴിലാണ്. ദ മെയിൻ ഫംഗ്ഷൻ ഓഫ് ദ സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഈസ് ടു റെഗുലേറ്റ് ദ യൂസ്, manufacture, storage, import and export of hazardous organism, genetically engineered organism and cells in India. ഇന്ത്യയിലുള്ള ഇങ്ങനത്തെ GM ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ടുള്ള ഓർഗാനിസത്തിന്റെ ഇമ്പോർട്ട്, എക്സ്പോർട്ട്, മാനുഫാക്ചർ, സ്റ്റോറേജ് എല്ലാം റെഗുലേറ്റ് ചെയ്യുന്നത് GAC ആണ്. 2002 GAC allowed the commercial release of BT cotton. BT cotton മാത്രമാണ് അവർ അലൗ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന 94% ഓഫ് ദ കൺട്രി കോട്ടൺ ഏരിയ ആർ അണ്ടർ BT cotton കൾട്ടിവേഷൻ. ഇനി ഇപ്പൊ ഏതെങ്കിലും ഒരു GM വേരിയന്റിന്റെ ഇതിനെ അൺഅപ്രൂവ്ഡ് ആയിട്ട് ഇവർ എന്തെങ്കിലും കൾട്ടിവേഷൻ ചെയ്യുകയാണെങ്കിൽ that will attract a jail term of 5 years and fine of 1 lakh under Environment Protection Act of 1986. ഇനി അടുത്താണ് എന്താണ് ഈ ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി നോക്കാം. ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൈസൽ കമ്മിറ്റി is a statutory body constituted under the Rules for the Manufacture, Use, Import, Export and Storage of Hazardous Microorganism, Genetical Engineering Organisms or Cell 1989. 1989 ഈ ഒരു റൂളിന്റെ ബേസിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് GAC. ഇറ്റ് ഈസ് നോട്ടിഫൈഡ് അണ്ടർ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986. Approval of GAC is mandatory before genetically modified organisms and products derived from them can be used commercially. The body also looks into proposals regarding the use of living modified organism that comes in the
risk category 3 and above in the import or manufacture of recombinant pharma products where the end product of the recombinant pharma product is a modified living organism. ഇവിടെ പറയുന്നത് എന്താ, ഇതിന് ഈ ക്രോപ്സിന്റെ കാര്യം മാത്രമല്ല, ഈവൻ മോഡിഫൈഡ് ഓർഗാനിസം യൂസ്ഡ് ഇൻ ഫാർമസി, ഫാർമ പ്രൊഡക്ട്സിലോ അല്ലെങ്കിൽ എൻഡ് പ്രൊഡക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഫാർമ ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിലും ഇവരുടെ റെഗുലേഷന്റെ പരിധിയിൽ വരുന്നതാണ്. ദെൻ വാട്ട് ഈസ് എ വേ ഫോർവേഡ്? ഇപ്പൊ നമുക്ക് ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതായത് ഒരു സ്ഥലത്ത് നമ്മൾ ഗുണം കിട്ടാൻ വേണ്ടി അത് ചെയ്യുന്നു, വേറൊരു സ്ഥലത്ത് ഇതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഒരുപാട് പേര് അതിനെ ഒപ്പോസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊന്ന് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ടുള്ള വേ ഫോർവേഡ് എന്താണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയേറ്റിംഗ് അവയർനെസ്, ഇതിന്റെ ഗുണവും ദോഷവും വെച്ചിട്ട് നമുക്കൊരു അവയർനെസ് ക്യാമ്പ് ഉണ്ടാക്കുക. ദെൻ ഗവൺമെന്റ് ഷുഡ് അഗെയിൻ ടേക്ക് അപ്പ് ദ പ്രൊപ്പോസ്ഡ് ബയോടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ബിൽ ടു എൻഷുർ സ്റ്റഡി റെഗുലേറ്ററി ആർക്കിടെക്ചർ ഇൻ ഇന്ത്യ. അതായത് ഇവിടുത്തെ റെഗുലേറ്ററി ആർക്കിടെക്ചർ കുറച്ചും കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റിനെ കൊണ്ടുവരാം. This encourages entry of competitors that could check the monopolistic condition in the GMO market. അങ്ങനെ ഒരു അതോറിറ്റി വരുമ്പോൾ ഏതെങ്കിലും ഒരു ഏജൻസി മാത്രമായിട്ട് ഇതിന്റെ മോണോപ്പൊളി എടുക്കുന്നത് അവസാനിപ്പിക്കാൻ പറ്റും. ദെൻ മെഷേർഡ് ആൻഡ് ടെസ്റ്റഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് GM ക്രോപ്സ്, അതായത് GM ക്രോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഫുള്ളായിട്ട് അതിന്റെ ടെസ്റ്റും അതിന് കാരണം ഉണ്ടാകുന്ന എഫക്ട്സുകളൊക്കെ മെഷർ ചെയ്യാം. There is a large scale public dialogue on the future of food and farming and shift of the government's own farmers of reference regarding this technology. അതായത് ഒരു പബ്ലിക് ഡയലോഗ് കൊണ്ട് ഗവൺമെന്റിന്റെ തന്നെ ഒരു ഷിഫ്റ്റ് ഗവൺമെന്റ് സൈഡിൽ നിന്ന് തന്നെ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തും. Additionally, efforts need to be made to provide framework to arrive at an appropriate science-based conclusion regarding the safety of such products. അതായത് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റഡി നടത്തി ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻസിലേക്ക് എത്തുക ഇതിന്റെ സേഫ്റ്റിനെ പറ്റിയിട്ട്. അപ്പോൾ പിന്നെ ഭാവിയിൽ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ആംബിഗ്വിറ്റി ഉണ്ടാവില്ല. ആളുകൾക്ക് ഇത് ഉപയോഗിക്കണോ വേണ്ടേ എന്നുള്ളത് അവർക്ക് തന്നെ ഒരു ജഡ്ജ്മെന്റ് എടുക്കാൻ സാധിക്കും. എത്രയാണ് നമുക്ക് GM ക്രോപ്സിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു.